നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 3 ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തിരിച്ചുവരവിന്റെ പാതയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ മറ്റ് ഘടകങ്ങളൊന്നും നോക്കുമ്പോൾ അത്ര നല്ലതായിട്ടല്ല കാണുന്നത്. പ്രത്യേകിച്ച് GDP ഡാറ്റ കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തു വന്നത് നെഗറ്റീവ് തന്നെയായിരുന്നു. ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി നമ്പേഴ്സ് ഇന്നലെ പുറത്തു വന്നിരുന്നു. 11 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഡാറ്റ വന്നത്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് 24,350 ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് അത് ക്രോസ് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ഒന്ന് വരാം. നാസ്ഡാക്കും S&P 500ഉം റെക്കോർഡ് ക്ലോസിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ടെക് സ്റ്റോക്കുകൾ 1% ഉയർന്നു. ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളും ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ചെറിയ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഡോളറിനെതിരെ 84.72 എന്ന ചരിത്ര ഇടിവിലാണ് രൂപ ഇപ്പോൾ ഉള്ളത്. ഇനി മറ്റ് ചില കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത, പുകയില, പാനീയങ്ങൾ എന്നിവയ്ക്കുള്ള 35% GST സർക്കാർ നിർദ്ദേശിക്കുന്നു. ഇനി ഇൻഷുറൻസ് മേഖലയുടെ GST കുറയ്ക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെയും നമ്മുടെ വീഡിയോയുടെ ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയിലേക്ക് വരാം. പുകയില, വായുസഞ്ചാരമുള്ള പാനീയങ്ങൾ എന്നിവയ്ക്കുള്ള 35% GST സർക്കാർ നിർദ്ദേശിക്കുന്നു. 148 ഇനങ്ങളുടെ GSTയിൽ മാറ്റം വരുത്താനും സാധ്യതയുണ്ട്. GST നിരക്ക് യുക്തിസഹമാക്കൽ സംബന്ധിച്ച മന്ത്രിമാരുടെ സംഘം, അതായത് GOM, പുകയില ഉൽപ്പന്നങ്ങൾ, വായുസഞ്ചാരമുള്ള പാനീയങ്ങൾ എന്നിവയ്ക്ക് 35% പ്രത്യേക GST നിരക്ക് നിർദ്ദേശിച്ചു. ഈ ഇനങ്ങൾക്ക് നിലവിൽ GST എന്ന് പറയുന്നത് 28%. അതായത് ഇപ്പോഴുള്ളതിൽ നിന്നും 7% ഒരു വർധനവാണ് ഇനി GSTയിൽ വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതുകൂടാതെ അധിക സെസ്സും കൂടി വരികയാണെങ്കിൽ 40 മുതൽ 80% വരെ നികുതിയായിരിക്കും ഈ ഇനങ്ങളിൽ വരിക. ഇനി പ്രധാനപ്പെട്ട ഒരു നിരക്ക് വ്യത്യാസം വരുന്ന ഒരു മേഖല ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആണ്. 1500 രൂപ വരെയുള്ള വസ്ത്രങ്ങൾക്ക് 12% മുതൽ 5% വരെ GST കുറയ്ക്കാൻ നിർദ്ദേശിച്ചു. 1500 മുതൽ 10,000 വരെ വിലയുള്ള വസ്ത്രങ്ങൾക്ക് 12 മുതൽ 18% വരെയുള്ള ഒരു വർധനയാണ് GSTയിൽ വരുന്നത്. 10,000 മുകളിലുള്ള വസ്ത്രങ്ങൾക്ക് GST നിരക്ക് 28%. ഇനി 25,000 മുകളിലുള്ള വാച്ചുകൾക്ക് 18% GSTയും 15,000 മുകളിലുള്ള ഷൂസിന് 18% GSTയും പാക്ക് ചെയ്ത വെള്ളത്തിന് ഇപ്പോഴുള്ള GST 18 നിന്ന് 28% വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഈ വാർത്ത അവലോകനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ടുബാക്കോ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ITC, ഗോഡ്ഫ്രി ഫിലിപ്സ് തുടങ്ങിയ കമ്പനികൾക്ക് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഇനി പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള സെക്ടർ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റൈൽസ് ആണ്. 1500 രൂപ വരെയുള്ള വിലയുള്ള വസ്ത്രങ്ങളുടെ GST 5% കുറയ്ക്കുന്നത് അത് ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അതുപോലെ ട്രെൻഡ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു സെക്ടർ കൂടി ഒന്ന് നോക്കാം. GST നിരക്ക് കുറച്ചാൽ ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് ചെലവ് കുറയുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അഭിപ്രായപ്പെട്ടു. നിലവിൽ ഇൻഷുറൻസ് പ്രീമിയത്തിന് 18% GST ആണ് ചുമത്തുന്നത്. ലൈഫ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവയുടെ GST നിരക്കുകൾ അവലോകനം ചെയ്യുന്ന കാര്യം മന്ത്രിമാരുടെ ഗ്രൂപ്പിന്റെ പരിഗണനയിലാണ്. ടേം ലൈഫ് ഇൻഷുറൻസ്, മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയുടെ പ്രീമിയങ്ങളിൽ GST ഒഴിവാക്കുന്നത് സംബന്ധിച്ച് GOM ഇതിനോടകം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും GST കുറയ്ക്കുകയാണെങ്കിൽ അത് ഇൻഷുറൻസ് മേഖലയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. അതിനായി 2024 ഡിസംബർ 21 രാജസ്ഥാനിൽ നടക്കുന്ന GST കൗൺസിൽ യോഗത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം, ഇന്ന് റിസൾട്ട് വരുന്ന ഒരു കമ്പനി സ്വിഗ്ഗിയാണ്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ റിസൾട്ട് ഇത് ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. മറ്റൊരു കമ്പനി ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. കമ്പനിയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് QIP പൂർത്തിയായി. 6,000 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. 2,595 രൂപയാണ് ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരുന്നത്. 4.86% ഡിസ്കൗണ്ടിലായിരുന്നു ഈ ഫ്ലോർ പ്രൈസ് ഉണ്ടായിരുന്നത്. ഈ QIPയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 2024 കലണ്ടർ വർഷത്തിൽ കമ്പനികൾ സമാഹരിച്ചത് 1,00,000 കോടി രൂപയിലധികം വരും എന്ന് പറയുന്നു. ഈ കഴിഞ്ഞ നവംബർ 28 വരെ 80 കമ്പനികളാണ് QIP ഇഷ്യൂ ചെയ്തത്. അത്തരത്തിൽ 1,13,321 കോടി രൂപ അവർ സമാഹരിക്കുകയുണ്ടായി.
അടുത്തതും ഒരു QIP വാർത്ത തന്നെയാണ്. ടൊറന്റ് പവർ കമ്പനി QIP ഇഷ്യൂ ഡിസംബർ 2 ആരംഭിച്ചു. ഷെയർ ഒന്നിന് 1555.75 രൂപ ആണ് ഫ്ലോർ പ്രൈസ് ആയി നിശ്ചയിച്ചിരിക്കുന്നത്. 4.6% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഫ്ലോർ പ്രൈസ് ഉള്ളത്. ഇഷ്യൂ സൈസ് 3500 കോടി രൂപയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മൾ ഗ്രൂപ്പിൽ നൽകുന്നതാണ്. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. അടുത്തത് KPI ഗ്രീൻ എനർജി എന്ന കമ്പനിയാണ്. എക്കാലത്തെയും വലിയ ഒരു ഓർഡറാണ് KP ഗ്രൂപ്പ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. 1311 കോടി രൂപയുടെ ഓർഡറാണ് ഇപ്പോൾ കമ്പനിക്ക് ലഭിച്ചത്. മറ്റൊരു കമ്പനി സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യയാണ്. പ്രതിരോധ ഉൽപ്പാദനങ്ങളുടെ വിതരണത്തിനായി കമ്പനിക്കും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾക്കും 2039 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്ത 4 വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യാനാണ് കരാറുള്ളത്. അടുത്തത് MOIL എന്ന കമ്പനിയാണ്. PSC കമ്പനി നവംബർ മാസം മാഗ്നീസ് ഓർ ഉൽപാദനം 1.63 ലക്ഷം ടണ്ണിലെത്തി. സെയിൽസിൽ 32% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. 1.33 ലക്ഷം ടണ്ണാണ് നവംബർ മാസത്തെ സെയിൽസ് ആയിട്ടുള്ളത്. അടുത്തത് പ്രോട്ടീൻ ഗവൺമെന്റ് ടെക്നോളജീസ് എന്ന കമ്പനിക്ക് 161 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക് ആണ്. ഇന്ന് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന ഒരു കമ്പനി ഇൻഡോ US ബയോടെക് എന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി വീണ്ടും 24,250 മുകളിലായി ക്ലോസ് ചെയ്തു. റിലയൻസ്, ഇൻഫോസിസ്, HDFC ബാങ്ക് തുടങ്ങിയവയാണ് നിഫ്റ്റി ഉയരുന്നതിൽ സഹായിച്ചത്. പ്രൈസ് ഉയരും എന്ന വാർത്ത പുറത്തു വന്നതോടെ സിമന്റ് സ്റ്റോക്കുകൾ ഇന്നലെ നേട്ടമുണ്ടാക്കി. ഓട്ടോ സെയിൽസ് ഡാറ്റയ്ക്ക് ശേഷം മാരുതി സുസുക്കി, ബജാജ് ഓട്ടോ തുടങ്ങിയവ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സ്റ്റോക്ക് ന്യൂസ് ആയിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടത്. ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും 1000 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു വാർത്ത പറഞ്ഞിരുന്നു. സ്റ്റോക്ക് ഇന്നലെ 5% വീണ്ടും ഉയർന്നു. ഡിക്സോൺ ടെക്നോളജീസ് 6% നിഫ്റ്റിയിലേക്ക്. 24,276 145 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 40-day EMI ഉള്ളത് 24,300 ലെവലിലാണ്. ഒരു റെസിസ്റ്റൻസ് ഏരിയ കൂടിയായിട്ട് ഇന്നലെ അത് ആക്ട് ചെയ്യുകയുണ്ടായി. കൂടാതെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 24,300 മുതൽ 24,350 വരെയുള്ള ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ നിഫ്റ്റിയുടെ ഹൈ എന്നത് 24,350 ലെവലിൽ തന്നെയാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരുപക്ഷെ 24,500-550 ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉള്ളൂ. ഇന്നലെ നിഫ്റ്റി തുടക്കത്തിൽ ഇടിഞ്ഞെങ്കിലും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിൽ നിന്നും ഒരു ബൗൺസ് ബാക്ക് ലഭിക്കുകയുണ്ടായി. ഇനി നിഫ്റ്റി 24,010 മുതൽ 24,190 വരെയുള്ള സോണിന് മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തതും ഇതിന് മുകളിലായിട്ടാണ്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയായിട്ട് കാണാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലുള്ളത് 24,500-ലാണ്. അതിനുശേഷം 24,600 സ്ട്രൈക്കിലും അതിനുശേഷം 24,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000-ആണ്. അതിനുശേഷം 24,100 സ്ട്രൈക്കിലും അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500-ലും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,100-ലുമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,300 സ്ട്രൈക്കിൽ 95% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 28% വർധനവ്. എന്നാൽ പുട്ട് സൈഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ താരതമ്യേന ദുർബലമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. അടുത്തത് 24,250 സ്ട്രൈക്കിൽ 344% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. 75% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ഉള്ളത്. 24,350 സ്ട്രൈക്കിൽ 295% വർധനവ് ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ കാണാം. എന്നാൽ 106% വർധനവാണ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,109-ൽ 53 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അവസാന മണിക്കൂറിൽ ഒരു റിക്കവറി നടത്തിയത് കൊണ്ടാണ് 52,000-ന് മുകളിലായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. കൂടാതെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മൊമെന്റം ഇൻഡിക്കേറ്ററുകളായ RSIയും MACDയും പോസിറ്റീവ് ബയാസിലാണുള്ളത്. കൂടാതെ ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. ഒരു ഇൻഡിസിഷൻ ആണ് ഇന്നലത്തെ ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ സൂചിപ്പിക്കുന്നത്. അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം 52,745 ആണ്. അതിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ 52,850 വരെയൊക്കെ
ബാങ്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരുപക്ഷെ ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടിയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 53,000 അതിനുശേഷം 52,500 സ്ട്രൈക്കിലും അതിനുശേഷം 52,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 അതിനുശേഷം 52,500 സ്ട്രൈക്കിലും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,500. അടുത്തതായി ഇന്ത്യ വിക്സിലേക്ക്. ഇന്നലെ ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. 14.70 എന്ന നിലയിൽ 1.91% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FID ആക്ടിവിറ്റിയാണ്. FIs 238 കോടി രൂപയ്ക്ക് മാത്രമാണ് ഇന്നലെ സെല്ല് ചെയ്തത്. DIs ആവട്ടെ 3,588 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIs അവരുടെ ട്രെൻഡ് കൃത്യമായി തന്നെ മാറ്റി കൊണ്ടുവരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ വെള്ളി വ്യാഴം ദിവസങ്ങളിലെ FIA DIA ആക്ടിവിറ്റി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർ ഒരു സെല്ലിംഗ് കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു ബൈയിങ്ങിലേക്ക് മാറി ചിന്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. US മാർക്കറ്റിലേക്ക്. ടെക് സ്റ്റോക്കുകളുടെ പിൻബലത്തിൽ ഇന്നലെ നാസ്ഡാക്കും S&P 500 റെക്കോർഡ് ക്ലോസിംഗ് ആണ് തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത്. US നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ വരുന്നത് വെള്ളിയാഴ്ചയാണ്. മന്ത്ലി ജോബ്സ് റിപ്പോർട്ടാണ് വെള്ളിയാഴ്ച പുറത്തു വരുന്നത്. ഇന്നലെ അവിടെ കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടറുകൾ കമ്മ്യൂണിക്കേഷൻ സർവീസസ്, കൺസ്യൂമർ ഡിസ്ക്രിഷണറി, ടെക്നോളജി സെക്ടറുകളാണ്. 1% മുകളിലാണ് ഇന്നലെ നേട്ടമുണ്ടാക്കിയത്. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസമാണ് അധികാരമേറ്റത്. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ എന്താണ് US സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ ഭരണത്തിൽ സാമ്പത്തികമായി എന്താണ് പദ്ധതി എന്ന് ആർക്കും നിശ്ചയമില്ല. നികുതി വെട്ടിക്കുറയ്ക്കലും നിയന്ത്രണങ്ങൾ നീക്കുന്നതിനുമുള്ള ട്രംപിന്റെ സാധ്യതയുള്ള പദ്ധതികൾ സ്റ്റോക്കുകൾക്ക് പോസിറ്റീവാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെ താരിഫുകൾ ഏർപ്പെടുത്തിയത് നെഗറ്റീവ് ആവാനും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇനി റേറ്റ് കട്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സെപ്റ്റംബറിൽ 50 ബേസിസ് പോയിന്റ്സ് ആണ് കട്ട് ചെയ്തത്. നവംബർ മാസത്തിൽ 25 ബേസിസ് പോയിന്റ്സും. ഇനി ഡിസംബറിലും ഒരു റേറ്റ് കട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, 25 ബേസിസ് പോയിന്റ്സിൻ്റെത്. പക്ഷെ പുറത്തു വന്ന ഇൻഫ്ലേഷൻ ഡാറ്റകൾ സ്വല്പം ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 0.58% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.48% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 1% മുകളിലും റിലയൻസ് ഇൻഡസ്ട്രീസും 1% മുകളിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.03% ഇടിവിലും S&P 500 0.03% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക്. ഇന്നലെ യൂറോപ്പിലെ എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.31% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.02% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.54% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.54% ഉയർന്നത്. ഇന്നലെ അവിടെ ഫ്രാൻസ് മാർക്കറ്റ് CAC മാത്രമാണ് ദുർബലമായിരുന്നത്. സർക്കാരിന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വിശ്വാസ വോട്ടെടുപ്പ് കാരണമാണ് അവിടെ ഫ്രാൻസ് മാർക്കറ്റിൽ ഒരു ഇടിവുണ്ടായത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ S&P 500 നാസ്ഡാക്കും റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയതോടെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ നല്ല പോസിറ്റിവിറ്റി ഉള്ളത് ജപ്പാൻ മാർക്കറ്റ് നിക്കിയും അതുപോലെ കോസ്പി മാർക്കറ്റുമാണ്. 1.5% മുകളിൽ പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.92% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 1.32% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ 7 മണിയാണ് സമയം. ഇപ്പോൾ 24,430 എന്ന നിലയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. 8 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ഒരു ചെറിയ പോസിറ്റീവ് ഓപ്പണിങ്ങിനാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് നിഫ്റ്റിയിൽ സാധ്യത കൽപ്പിക്കുന്നത്. ഓയിൽ പ്രൈസിലേക്ക്. ചൈനയിലെ ശക്തമായ ഫാക്ടറി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം US ഫെഡറൽ റിസർവ് ഡിസംബറിൽ നിരക്ക് കുറയ്ക്കില്ല എന്നുള്ള അവലോകനമൊക്കെയാണ് ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഇടിയാൻ കാരണമായത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $71.90 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.09% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $68.15 പെർ ബാരൽ എന്ന നിലയിൽ 0.07% നേട്ടത്തിലാണ് ഉള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.